അടുത്തത് ഒരു ആൽക്കഹോളിക്കായ ഒരു വ്യക്തി, അത് 1/10 ആ ഒരു വ്യക്തി, അതായത് അയാൾ ഡ്രിങ്ക് എടുക്കുന്നു, അദ്ദേഹത്തിന് പക്ഷേ രണ്ടാമത്തെ ഡ്രിങ്ക് എടുക്കുന്നു. ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ അസിറ്റോൺസ് ലെവല് എന്ന് പറയുന്നത് അതേപോലെ നിൽക്കുന്നു. അത് ഡിസോൾവ് ചെയ്യുന്നില്ല. കാരണം അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ള സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഇല്ല, എൻസൈംസ് ഇല്ല, ഇൻസഫിഷ്യൻ്റ് ആണ്. അത് കാരണത്താൽ അസിറ്റോൺ ലെവല് ഡിസോൾവ് ചെയ്യാതെ, അതായത് നോൺ ആൽക്കഹോളിക്കായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അസിറ്റോൺസ് ലെവല് പെട്ടെന്ന് തന്നെ ഒരു വാട്ടറായിട്ടും ഷുഗറായിട്ടും പോകുന്നത് പോലെ ഇത് ഡിസോൾവ് ചെയ്യാതെ നിൽക്കുന്നൊരവസ്ഥ എടുക്കുന്നു. അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഈ വ്യക്തിയിൽ, അതായത് ആൽക്കഹോളിക്കായ വ്യക്തിയിൽ ആ ഒരു അലർജി രൂപാന്തരപ്പെടുന്നു. ആ അലർജി രൂപാന്തരപ്പെടുന്നതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫിസിക്കൽ ക്രേവിങ്, കാരണം അസിറ്റോൺസ് ലെവല് അതുപോലെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അതങ്ങനെ ഒരു ഫിസിക്കൽ ക്രേവിങ് ആയിട്ട്, ഫിനോമിനൻ ഓഫ് ക്രേവിങ് ആയിട്ട് രൂപാന്തരപ്പെടുന്നു. കാരണം അദ്ദേഹത്തിന് അലർജി ഉണ്ട്. ആ അലർജി ആണ് ഫിസിക്കൽ ക്രേവിങ് ആയിട്ട്, അതായത് ഫിനോമിനൻ ഓഫ് ക്രേവിങ് ആയിട്ട് ആ പ്രതിഭാസം, ക്രേവിങ്ങിൻ്റെ ഒരു പ്രതിഭാസത്തിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് 1 ഡ്രിങ്ക് എടുക്കുന്നു, വീണ്ടും എടുക്കുന്നു, അത് 2, 3, 4 ചിലപ്പോൾ ഒരു ബോട്ടിൽ വരെ തീർക്കുന്നു. അങ്ങനെ അതിങ്ങനെ, കാരണം അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ശരീരത്തിൽ ഒരു വല്ലാത്തൊരു അലർജിയാണ് അവിടെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ആ രൂപാന്തര ക്രേവിങ് അത് നിർത്താൻ പറ്റുന്നില്ല. അണ്ടിൽ ആ ഒരു സ്പ്രീ എന്ന് പറഞ്ഞാൽ കുടിച്ച് മദ്യസിച്ച് ഉല്ലസിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ എത്തപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് സമയം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ലെവലിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്ന് ഇതായി കഴിയുമ്പോൾ വീണ്ടും അതിൽ എമർജ് ചെയ്യപ്പെടുന്നു. എന്തായിട്ട് എമർജ് ചെയ്യുന്നു? ഫിൽഡ് വിത്ത് ഗിൽറ്റ്, റിമോഴ്സ്, റിസെൻറ്റ്മെൻറ്റ്, സെൽഫ് പിറ്റി, ഫിയറൊക്കെ ആയിട്ട്. അതായത് ഗിൽറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതായത് അയ്യോ ഞാൻ കുടിച്ചല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവുന്നു. ആങ്കർ, ദേഷ്യം ഒക്കെ ഉണ്ടാവുന്നു. സെൽഫ് പിറ്റി, ഫിയർ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ഓൺ ദ വേല്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ഡിഫക്ട്സിലൂടെ അവൻ കടന്നു പോകുന്നു. ആ സ്പ്രീ ഉള്ള സമയത്തും കഴിഞ്ഞ് കുറച്ചെന്തോ ആയി വരുമ്പോഴാണ് ഇത് വരുന്നത്. വീണ്ടും ആ ഒരു കർവ് വീണ്ടും രൂപാന്തരപ്പെടുന്നു. കാരണം പിന്നെ അവിടെ നിർത്താൻ പറ്റുന്നില്ല. വീണ്ടും അവൻ കുടിക്കുന്നു, അടുത്ത ഡ്രിങ്ക് എടുക്കുന്നു. അങ്ങനെ അത് ഇങ്ങനെ ആ സൈക്കിളിലൂടെ കുറേ സമയം ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നീട് ഒരു ലെവലിലെത്തുമ്പോൾ അവനിത് കുറച്ച് തൽക്കാലം നിർത്താം എന്ന് പറയുന്നത്. കുറച്ച് സമയം നിർത്തുന്നു, കുറച്ച് ദിവസം, ചിലപ്പോൾ 2 or 3 ദിവസം നിർത്തുമ്പോൾ വീണ്ടും അവൻ്റെ ആ ഇമോഷണലായിട്ടുള്ള ആ ഒരു ഫീലിങ് വീണ്ടും അതങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ വിൽ പവർ അവിടെ കുറച്ച് സമയം വർക്ക് ചെയ്യുന്നു. 2 ദിവസം നിർത്താം, അല്ലെങ്കിൽ കുറച്ച് അങ്ങ് നിർത്താം. വിൽ പവർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. പക്ഷേ കുറച്ച് സമയം നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനാൽ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടൻറ്റഡ്, കുറച്ച് സമയം ഇങ്ങനെ കുടിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരവസ്ഥ, കുടിച്ച് മദ്യസിക്കുള്ളത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റെസ്റ്റ്ലെസ്, RID ഫാക്ടർ രൂപാന്തരപ്പെടുന്നു. വീണ്ടും കുറച്ച് സമയം, ഒരു ദിവസം കുടിക്കാതെ ഫൈൻ, വിൽ പവർ ഒരു പക്ഷേ അതിന് കഴിയുന്നു. 2ാമത്തെ ദിവസം പോകുന്നു, 3ാമത്തെ ദിവസം പോകുന്നു. പക്ഷേ കുറച്ച് ദിവസം വീണ്ടും അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മെൻ്റലി ആ വ്യക്തി ഒബ്സസ്ഡ് ആവുന്നു. വീണ്ടും കുടിക്കണം, കുറച്ച് ദിവസം കുടിക്കാതിരിക്കുമ്പോൾ ടു ഹാവ് 1 ഡ്രിങ്ക്. വീണ്ടും മനസ്സിൽ ഒന്നും കൂടെ കഴിച്ചു നോക്കാം, ഇപ്പം ഞാൻ കുഴപ്പമൊന്നുമില്ല, ടു ഹാവ് എ ഡ്രിങ്ക്. അത് മനസ്സിനോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഡേയിൽ പിന്നീട് വീണ്ടും അവന് വീണ്ടും ആ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നു. വീണ്ടും ആ ഒരു സൈക്കിൾ രൂപാന്തരപ്പെടുക ചെയ്യുന്നത്. വീണ്ടും കുടിക്കുന്നു, ഫിനോമിന ക്രേവിങ് രൂപാന്തരപ്പെടും. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതായത് ഒരു ആൽക്കഹോളിക്കായ വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പെഗ് പോലും
സേഫായിട്ട് ഡ്രിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു അവസ്ഥ, അതായത് പവർലെസ് ഓവർ ആൽക്കഹോൾ എന്ന ആ ഒരു അവസ്ഥയിൽ അവിടെയാണ് ആ ഒന്നാം പടിയുടെ ആ ഒരു ഇത് കിടക്കുന്നത്. അതായത് ഫസ്റ്റ് ഐ ആം പവർലെസ് ഓവർ ആൽക്കഹോൾ, മദ്യത്തിന് മുന്നിൽ അവിടെ ശക്തിഹീനൻ എന്ന ആ ഇത്. കാരണം അതുകൊണ്ടാണ് പിന്നെ വീണ്ടും RID ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും അടുത്തതിലോട്ട് പോകുന്നു, വീണ്ടും ക്രേവിങ് ഫിനോമിനൻ ഓഫ് ക്രേവിങ് രൂപാന്തരപ്പെടുന്നതൊക്കെ വീണ്ടും ഇങ്ങനെ ഒരവസ്ഥ ഇതാണ്. അതായത് അപ്പോൾ മെൻ്റൽ കുറച്ച് കുടിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് RID ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുകയും അത് കിട്ടുമ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ട് ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നു. ആ ഫസ്റ്റ് ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ മെൻ്റൽ ഒബ്സഷൻ അവിടെ പോവും, പക്ഷേ അതൊരു ഫിസിക്കൽ ക്രേവിങ്ങിലോട്ട് രൂപാന്തരപ്പെടും. അതായത് മെൻ്റൽ ഫസ്റ്റ് ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ മെൻ്റൽ ഒബ്സഷൻ എന്ന സൊല്യൂഷൻ, അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ അത് അവിടെ ഒന്നും രണ്ടും കുടികൊണ്ട് 2 പെഗ് കൊണ്ടോ അല്ലെങ്കിൽ 3 പെഗ് കൊണ്ടോ നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ. അവിടെയാണ് ഒരു ആൽക്കഹോളിക്കായ ഒരു വ്യക്തി പരാജയപ്പെടുകയും വീണ്ടും വീണ്ടും കുടിച്ച് ഒരു അവസ്ഥ, അതായത് സ്പ്രീ എന്ന ആ സ്റ്റേജിലെത്തി വീണ്ടും ഒരു ഇതായിട്ടൊക്കെ മാറുന്നത്. അവിടെയാണ് ഈ ക്രേവിങ്ങും ഫിസിക്കലി ബാധിക്കുന്നതും, ഫിസിക്കലി അലർജി. കാരണം ഇപ്പം ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ചെറുനാരങ്ങ അല്ലെങ്കിൽ സിട്രസ് ഫുഡ് പറ്റില്ല. കാരണം അതെനിക്ക് അലർജിയാണ്, എനിക്ക് ചൊറിച്ചിലുണ്ടാക്കും. കാരണം പ്രത്യേകിച്ച് എൻ്റെ ചൊറിച്ചിലുണ്ടാക്കുന്നത്, എന്നൊരു ഉദാഹരണം ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, എനിക്ക് ഈ വൈറ്റ് കളർ നിങ്ങൾക്ക് ഉണ്ടല്ലോ, അറിയാമല്ലോ, അതെൻ്റെ ശരീരത്തിൽ ഉണ്ടായതുകൊണ്ട്